ഹായ് ഗൈസ്, ഇത് 28-ാം ചാർട്ടാണ്. അന്ന് എന്താ പറയാ, നിഫ്റ്റിയില് നല്ലൊരു ട്രെൻഡ് ഇടായിരുന്നു. ഞാൻ അതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞു മൂവിങ് ആവറേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡ് മനസ്സിലാക്കാന്നുള്ളത്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം 200 മൂവിങ് ആവറേജ് ആണ് ആ യെല്ലോ കളർ. അത് മുകളിലോട്ട് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ 20 മൂവിങ് ആവറേജും 5 മൂവിങ് ആവറേജും ഒക്കെ മുകളിലോട്ട് ചെരിഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നെടുത്ത ഒരു എൻട്രി ഇതാണ്. ഇങ്ങനത്തെ ഒരു പൊസിഷനിലാണ് ഞാൻ എൻട്രി എടുത്തേണ്ടത്. ഒരു റീടെസ്റ്റിൽ പോയിട്ട് എൻട്രി എടുത്തതാണിത്. ഓപ്ഷൻ ചാർട്ടാണത്. ഇതിൽ ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്യുക, പക്ഷേ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ അവിടെയും ഞാൻ ഈ സപ്പോർട്ട് ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ നോക്കും. ആ ഭാഗം എങ്ങനെയാണ്, അവിടുത്തെ ക്യാൻഡിൽ എങ്ങനെ വർക്ക് ചെയ്യണത്. ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ആ ചാർട്ടിൽ ഞങ്ങൾ ചെക്ക് ചെയ്യും. അവിടുത്തെ ക്യാൻഡിലുകൾ എങ്ങനെ വർക്ക് ചെയ്യണത് എന്നൊക്കെയുള്ളത് നോക്കും, ചെക്ക് ചെയ്യും. അങ്ങനെ ഓപ്ഷൻസിലൊരു ചെറിയ പ്രത്യേകത ഉണ്ട്. ഇനി മറ്റുള്ള ഇതിനെ പോലല്ല. ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിഫ്റ്റി എത്ര മൂവ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഓപ്ഷൻ നൃത്തം ചെയ്യും. അതിൻ്റെ വീഡിയോ അതുകൊണ്ട് ഇതിൽ തന്നെ കാണാം. ഇത് വേറൊരു ദിവസം, അതിൻ്റെ മുന്നത്തെ ഒരു ദിവസത്തേതാണ് കാണിച്ചുതരാം. ആ ദിവസം അതിൻ്റെ മുന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 27 അന്ന് നിഫ്റ്റി ആ ഒരു അപ് ട്രെൻഡ് മാതിരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. തുടക്കത്തിലുള്ള ഒരു ഇത് ചാർട്ടിൽ നോക്കി, തുടക്കത്തിലുള്ള ക്യാൻഡിൽ മാത്രമാണ് കറക്റ്റായിട്ട് ഒരു അപ്പ് മൂവ്മെന്റ് ഓപ്ഷനിൽ വന്നത്. പിന്നെയുള്ള കൺസോൾട്ടേഷൻ്റെ ആ ഭാഗത്ത് ഓപ്ഷനിൽ ഡൗൺ ട്രെൻഡാണ്. താഴത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായില്ല. ലോവറിലോ ലെവലിലാണ് വന്നിട്ടുള്ളത്. എന്നാലോ നിഫ്റ്റിൻ്റെ ചാർട്ടിൽ ഹയർ ഹൈ എന്നുള്ള ലെവലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. നിഫ്റ്റിയിലും ഓപ്ഷന്റെ ചാർട്ടും നോക്കണം, നിഫ്റ്റിന്റെ ചാർട്ടും നോക്കണം. എല്ലാത്തിലും നല്ല രീതിയിലുള്ള മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ബൈയിങ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പിന്നെ അതേമാതിരി ആർ എസ് ഐയിൽ എങ്ങനെ ട്രെൻഡ് മനസ്സിലാക്കാന്ന് വെച്ചാൽ, അതിൽ കണ്ടില്ലേ RSI ഏറ്റവും മുകളിലാണ്. 5 ക്യാൻഡിൽ നോക്ക്, ഏറ്റവും മുകളിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ സമയത്ത് നല്ല അപ് ട്രെൻഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ വേറെ രീതിയിലും എൻട്രി എടുക്കാൻ പറ്റും, ഒരു ലെവൽ എൻട്രി. പക്ഷെ RSIയിൽ ഇതേമാതിരി വരുന്ന ലോകളിൽ പോയിക്കാണ്ട് എൻട്രി എടുക്കാൻ പറ്റും. എങ്ങനെ ചാർട്ടിൽ വരുന്ന നല്ല ഏതെങ്കിലുമൊക്കെ ആയിട്ട് സപ്പോർട്ടുകൾ ഉണ്ടാവും നിഫ്റ്റിന്റെ ചാർട്ടിൽ. ആ സപ്പോർട്ടിക്ക് ഇത് വരുന്ന സമയങ്ങളിൽ അവിടെ എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു രീതി, ചാർട്ട് നോക്കണ രീതി. പിന്നെ ആ ഒരു ലെവലിലാണ്, ഇപ്പം ഞാൻ കണ്ട ലെവലിലാണ് ഞാൻ എൻട്രി എടുത്തേണ്ടത്. അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. 1:2 ആയിരുന്നു ടാർഗറ്റ് വെച്ച് ചെയ്യേണ്ടത്. വെറും ചെറിയ മിനിറ്റ് കൊണ്ട്, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. കുഴപ്പമില്ലാത്ത നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. ഈ മാസം ഏകദേശം പ്രോഫിറ്റിലാണ് ഞാൻ ക്ലോസ് ചെയ്ത് കണ്ടത്. അപ്പോൾ തിരക്കേടില്ല. പക്ഷേ ഈ മാസം വലിയൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല. എന്നാലും തിരക്കേടില്ല, ലോസിലല്ലല്ലോ ഇതായത്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ ട്രേഡ് എടുക്കരുത്, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഏതൊക്കെ സ്ഥലങ്ങളിൽ ട്രേഡ് എടുക്കാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടതും നോക്കേണ്ടതും. പിന്നെ നല്ല ഒരു ഇതുള്ള സിഗ്നലുകളൊക്കെ നല്ലതാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. പിന്നെ ഇതിൽ കണ്ടില്ലേ, ഒരു സെൻറ്ററിൽ അങ്ങനെ നിഫ്റ്റിൻ്റെ അപ്പുറം ഇപ്പുറം ഈ 20 മൂവിങ് ആവറേജ് നേരെ നിൽക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ റേഞ്ച് മാർക്കറ്റേക്കാരം നിഫ്റ്റി. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഓപ്ഷൻ ചാർട്ടിലും നല്ലൊരു മൂവ്മെന്റ് അപ്പോൾ കിട്ടൂല. അപ്പം അങ്ങനത്തെ സമയങ്ങളിലൊക്കെ എൻട്രി ഒഴിവാക്കി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഒന്ന് കഴിച്ചിടാൻ പറ്റും. അപ്പോൾ കാരണം 1:2 ഒക്കെ വെക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു മൂവ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ടാർഗറ്റുമ്മൽ എത്തൂല. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഇന്നത്തെ ട്രേഡ്. കുഴപ്പമില്ലാത്ത ട്രേഡ് ആയിരുന്നു. ഈ ദിവസം ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യണ അന്ന് റെക്കോർഡ് ചെയ്തതിനായിരുന്നു. അപ്ലോഡ് ചെയ്തതിന് പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഇത് അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യണത്. പിന്നെ അപ്പോൾ നിഫ്റ്റി ഈ വീഡിയോസ് ഇപ്പോൾ
അതേമാതിരി ട്രെൻഡ് ലൈൻ ഒന്നും അന്ന് വർക്കായിട്ടില്ല കേട്ടോ. ആ ട്രെൻഡ് ഡേ ആണെങ്കിലും ട്രെൻഡ് ലൈൻ ഇല്ല. ചെറിയ സപ്പോർട്ട് നോക്കുക, പിന്നെ അതിലെടുക്കുക. പക്ഷെ ഓപ്ഷൻ ചാർട്ടിൽ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ഇത് കിട്ടും. അപ്പോൾ ആ പോയിന്റിൽ കണ്ടില്ലേ, ഇപ്പോൾ ഞാനൊരു ഇത് വരച്ചുതരാം. ഓക്കെ, ആ ഒരു പോയിന്റിലൊക്കെ എൻട്രി എടുക്കാൻ പറ്റും. ആ ഒരു സ്ഥലത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ട്രെൻഡൊക്കെ മാറി എന്നുള്ളത് കേട്ടോ. ആ ഒരു ഏരിയ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ട്രെൻഡൊക്കെ മാറി എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഈ ട്രെൻഡ് മനസ്സിലാക്കിയാണ് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോസ് നിന്ന് കുറേ കഴിച്ചിലാകാൻ പറ്റും. നമ്മൾ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെറും ട്രെൻഡ് ഡേയിൽ നമുക്കൊരു മാസത്തിൽ ഒരു 5-6 ട്രേഡ് കിട്ടിയാൽ തന്നെ മതി. പറ വലിച്ചെടുക്കണമെന്നോ ആവശ്യമില്ല. ഞാൻ പിന്നെ ഇടയ്ക്ക് സ്കാൽപ്പ് ചെയ്യലുണ്ട് കേട്ടോ. സ്കാൽപ്പ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ വിടുന്നുണ്ട്. സ്കാൽപ്പ് ഞാൻ ചെയ്യലുണ്ട്. സ്കാൽപ്പിങ് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കാൽപ്പ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.